സർ, കോക്രോച്ച് പാർട്ടിയുടെ നേതാവ് ഇന്ത്യയിൽ എത്തിക്കഴിഞ്ഞു. അദ്ദേഹം ഇന്ത്യയിൽ എത്തിയത് വലിയ വാർത്തയായിരുന്നു. ഏറ്റവും ഒടുവിൽ ഇതാ കോക്രോച്ച് പാർട്ടി വലിയ പ്രതിഷേധത്തിനായി തയ്യാറെടുക്കുന്നു, അല്ലെങ്കിൽ പ്രതിഷേധം നടത്തുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. കോക്രോച്ച് പാർട്ടിയുടെ പ്രതിഷേധത്തിന്റെ സമരത്തിന്റെ പിന്നിലെ യഥാർത്ഥ ലക്ഷ്യം എന്താണ്? യഥാർത്ഥ ലക്ഷ്യം എന്ത് എന്ന് ഇനി വരുന്ന ദിവസങ്ങളാണ് ഉത്തരം നൽകേണ്ടത്. ഇതൊരു ഓൺലൈൻ പ്രതിഷേധ പ്രസ്ഥാനമായി ആരംഭിച്ചതാണ്. അഭിജിത്ത് ദീപ്കെയാണ്. നമ്മൾ നേരത്തെ പല പരിപാടികളിലും അദ്ദേഹത്തെ കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട്. അദ്ദേഹമാണ് ഇതിന് തുടക്കം കുറിച്ചത്. അദ്ദേഹം ആം ആദ്മി പാർട്ടിയുടെ ഡിജിറ്റൽ കണ്ടന്റ് ക്രിയേറ്റർ ആയിരുന്നു. വിദ്യാർത്ഥിയാണ്. അമേരിക്കയിലെ ബോസ്റ്റണിൽ നിന്ന് അദ്ദേഹം ഇന്ന് രാവിലെ ഡൽഹി വിമാനത്താവളത്തിൽ ഇറങ്ങുമ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു പുസ്തകമുണ്ട്. അത് അംബേദ്കറിന്റെ ആത്മകഥയാണ് എന്നാണ് മാധ്യമങ്ങൾ പറയുന്നത്. അങ്ങനെയെങ്കിൽ ഇതൊരു പുതിയ തുടക്കമാകും, സംശയമൊന്നുമില്ല. കാരണം ഇതേപോലെ ആണ് ഡൽഹിയെ പിടിച്ചു കുലുക്കിയ, ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ദിശ മാറ്റിയ ഒരു പ്രക്ഷോഭത്തിന് 10 വർഷം മുമ്പ് ഡൽഹി സാക്ഷ്യം വഹിച്ചത്. അണ്ണാ ഹസാരെയും അരവിന്ദ് കെജ്രിവാളും ഒക്കെ നേതൃത്വം നൽകിയ അഴിമതിക്കെതിരായിട്ടുള്ള, അന്നത്തെ UPA ഗവൺമെന്റ് അഴിമതിക്കെതിരായിട്ടുള്ള വലിയ ഇന്ത്യ എഗൻസ്റ്റ് കറപ്ഷൻ മൂവ്മെന്റ്. പക്ഷെ അതിന്റെ അടിസ്ഥാന ആശയം മഹാത്മാഗാന്ധിയുടെ ആശയങ്ങളായിരുന്നു. അവിടെ നിന്നും ഉള്ള ഒരു വ്യതിയാനം ഈ പ്രസ്ഥാനത്തിൽ കാണുന്നുണ്ട്. ഇതൊരു രാഷ്ട്രീയ പ്രസ്ഥാനമായി വരുമോ, ഇന്ത്യയുടെ ഭരണ വ്യവസ്ഥയെ തന്നെ അട്ടിമറിക്കുമോ എന്നൊക്കെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇത് എന്ത് സംഭവിക്കും എന്ന് പറയാൻ പറ്റില്ല. കാരണം 2-3 കാരണങ്ങളാണ് ഞാൻ ഇതിൽ കാണുന്നത്. ഒന്നാമത്തെ ഇതിന്റെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള പ്രൊവക്കേഷൻ, നീറ്റ് പരീക്ഷ ചോദ്യപേപ്പർ ചോർന്നു എന്നുള്ളതും CBSE മൂല്യനിർണയത്തിൽ അപാകതകൾ ഉണ്ടായി എന്നുള്ളതുമാണ്. പൊതുവിൽ ഇന്ത്യയിലെ ചെറുപ്പക്കാർ വളരെ അധികം അസ്വസ്ഥരാണ്. അതിന്റെ അടിസ്ഥാന പ്രശ്നം തൊഴിലില്ലായ്മയാണ്. തൊഴിലില്ലായ്മ മാത്രമല്ല, സർക്കാർ സ്വീകരിച്ച ചില നടപടികൾ. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ 440 സീറ്റാണ് BJPയും NDAയും ലക്ഷ്യം വെച്ചത്. അപ്രതീക്ഷിതമായി അവർക്ക് വലിയ പരാജയമുണ്ടായി. BJPക്ക് സ്വന്തമായി ഭൂരിപക്ഷം കിട്ടിയില്ല. ഘടകകക്ഷികളുടെ ഭൂരിപക്ഷത്തിലാണ് നരേന്ദ്രമോദി ഭരിക്കുന്നത്. 400 സീറ്റ് കിട്ടാതിരിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം യുവജനങ്ങളുടെ അന്ന് വളരെയധികം ചർച്ച ചെയ്യപ്പെടാതെ പോയ പ്രതിഷേധമാണ്. പ്രതിഷേധം ഉണ്ടായത് അന്ന് 5 വർഷത്തേക്ക് മാത്രം ഷോർട്ട് ടേം വ്യവസ്ഥയിൽ വ്യാപകമായി സൈനിക നിയമനം, അഗ്നിവീർ പദ്ധതി ഉണ്ടായി. പഞ്ചാബ്, ഉത്തർപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ചെറുപ്പക്കാരുടെ ഏറ്റവും വലിയ ആഗ്രഹം സൈന്യത്തിൽ ചേരുക എന്നുള്ളതാണ്. 5 വർഷത്തെ ഈ വ്യവസ്ഥ വന്നതിന് ശേഷം, സ്ഥിരം ജോലിയല്ല, അതിനുശേഷം നിയമനം നഷ്ടപ്പെടും. കാലാവധി കഴിഞ്ഞ ശേഷം പിന്നീട് അത് പുനർനിയമനം വേറെ എവിടെയെങ്കിലും കിട്ടിയെങ്കിലായി. ഈ നിയമന രീതിക്കെതിരായി നമുക്കറിയാം, നമുക്ക് ഓർമ്മയിലുണ്ട്, വലിയ പ്രതിഷേധം, അക്രമാസക്തമായ പ്രതിഷേധം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വന്നു. ഉത്തർപ്രദേശിലും ഹരിയാനയിലുമൊക്കെ റെയിൽവേ സ്റ്റേഷനുകൾ കത്തിക്കുന്ന അവസ്ഥ വരെ എത്തി. ഉത്തർപ്രദേശിൽ ആ വർഷം, അതിന് തൊട്ടു മുമ്പ് നടന്ന പരീക്ഷകൾ, അതായത് പോലീസ് കോൺസ്റ്റബിൾ പരീക്ഷ, ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ആ പരീക്ഷ എഴുതിയത്. അവിടെ സ്ഥിരമായി ചോദ്യ പേപ്പർ ചോരുന്നു, വലിയ ക്രമക്കേടുകൾ സംഭവിക്കുന്നത്. അതൊരു തുടർക്കഥയാണ്. അന്ന് ഈ പോലീസ് കോൺസ്റ്റബിൾ പരീക്ഷ എഴുതിയ ആൾക്കാർ ഉൾപ്പെടുന്ന 63 ലക്ഷം കുടുംബങ്ങൾ ഉത്തർപ്രദേശിലുണ്ടായിരുന്നു. അത് തിരഞ്ഞെടുപ്പിനെ ബാധിക്കും എന്ന് അന്ന് ദേശീയ മാധ്യമമായ ഹിന്ദുവിന്റെ രാഷ്ട്രീയ കാര്യ ലേഖിക, മലയാളിയാണ്, ശോഭന നായർ എഴുതിയ ലേഖനം ഞാനിപ്പോൾ ഓർക്കുകയാണ്. അത് സത്യമായി ഭവിച്ചു. ഇങ്ങനെയുള്ള യുവജന പ്രതിഷേധവും രോഷവും അവർ ഉൾക്കൊള്ളുന്ന കുടുംബങ്ങളെയും ബാധിച്ചു. അവർ BJPക്കും NDAക്കും എതിരായി അപ്രതീക്ഷിതമായി വോട്ട് രേഖപ്പെടുത്തി. അങ്ങനെയാണ് BJPക്ക് 2024 തിരഞ്ഞെടുപ്പിൽ അപ്രതീക്ഷിതമായ തോൽവി ഉണ്ടായത്, അല്ലെങ്കിൽ വൻതോതിൽ സീറ്റുകൾ കുറഞ്ഞത്. അങ്ങനെ ഒരു പ്രതിഷേധം ഇന്ത്യയിലെ വീടുകളിൽ, ചെറുപ്പക്കാരില്ലാത്ത വീടുകൾ അപൂർവമാണ്, നുരഞ്ഞു പതയുന്നുണ്ട് എന്നാണ് ഈ സമീപകാല സംഭവ വികാസങ്ങൾ നൽകുന്ന സൂചന.
ഇതൊരു പാറ്റ പാർട്ടി എന്ന് നമ്മൾ കളിയാക്കി പറയുകയല്ല, ചിലപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ രൂപത്തിലേക്ക് നാളെ ഇത് വന്നുകൂടാകുകയില്ല. അങ്ങനെ വന്നാലും ഇല്ലെങ്കിലും തൊട്ടടുത്ത നേപ്പാളിലൊക്കെ സംഭവിച്ചെന്താണ്? അത് നേപ്പാളിൽ ഇങ്ങനെ ഒരു വലിയ ജെൻസി തലമുറയുടെ നേതൃത്വത്തിൽ വലിയ പ്രക്ഷോഭം വരികയും രാഷ്ട്രീയ നേതാക്കളെ മുഴുവൻ, നമ്മൾ അതിന്റെ TV ഫുട്ടേജുകളൊക്കെ കണ്ടു, മന്ത്രിമാരൊക്കെ ജനരോഷത്തിൽ ഭയന്ന് പുഴയിൽ ചാടുകയും പുഴയിലേക്ക് ആൾക്കാർ കല്ലെറിയുകയൊക്കെ ചെയ്യുന്ന അതിഭീകരമായ ജനരോഷത്തിൽ, യുവജനരോഷത്തിൽ നേപ്പാൾ ഭരണകൂടം വീണു. പല സംസ്ഥാനം, അതിന് തൊട്ടു മുമ്പ് സാമ്പത്തിക പ്രതിസന്ധി കാരണം സമാനമായ ഒരു പ്രക്ഷോഭം ശ്രീലങ്കയിലും ഉണ്ടായി. എല്ലാ സ്ഥലത്തും, ലോകത്തിന്റെ മിക്ക സ്ഥലങ്ങളിലും യുവജനരോഷം ഇങ്ങനെ വരുന്നുണ്ട്. കാരണം അവര് ഒന്നും വ്യവസ്ഥാപിത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ വിശ്വസിക്കുന്നവരല്ല. അവരെന്തൊക്കെ ചെയ്യും, എന്ത് പ്രവർത്തിക്കും എന്ന് നമുക്ക് ഇതുവരെ പഠിച്ച പാഠങ്ങൾ വെച്ച് മുൻകൂട്ടി നിശ്ചയിക്കാൻ പറ്റില്ല. രോഷപ്രകടനത്തിന് അതിരുകളില്ല, എന്തും സംഭവിക്കാം. പക്ഷെ ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ടായിരിക്കാം, ഈ രോഷമുണ്ട്, അത് ജനവിധിയെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട് എന്ന് കണ്ടുകൊണ്ടായിരിക്കാം കഴിഞ്ഞ ആഴ്ച രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവന, ദേശീയ മാധ്യമങ്ങൾ അത് വലിയ പ്രാധാന്യം കൊടുത്തില്ല. 1 വർഷത്തിനകം നരേന്ദ്രമോദി സർക്കാർ വീഴും എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. അത് മാത്രമല്ല, അന്ന് ഇന്ത്യ അഗൻസ്റ്റ് കറപ്ഷന്റെയും പിന്നെ ആം ആദ്മി പാർട്ടിയുടെയും രൂപവൽക്കരണത്തിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച പ്രശാന്ത് ഭൂഷൺ പറയുകയുണ്ടായി, ഇന്ന് ഡൽഹിയിൽ പാറ്റ പാർട്ടി CJP നടത്തുന്ന ജന്തർ മന്തർ മാർച്ച് ഇന്ത്യയുടെ രാഷ്ട്രീയ ദിശ തന്നെ മാറ്റും എന്ന്. പക്ഷെ ഇന്ന് അവിടെ ജന്തർ മന്തറിൽ എത്തിയത് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ഫോളോവേഴ്സ് ഉണ്ട് ഈ CJPയുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ. ലക്ഷക്കണക്കിന് ആൾക്കാർ പാറ്റകളെ പോലെ ഡൽഹി നഗരം വളയും എന്നൊക്കെ ചില മാധ്യമ പ്രവർത്തകർ എഴുതി പിടിപ്പിച്ചുവെങ്കിലും വളരെ കുറച്ചു പേർ മാത്രമാണ് പ്രതിഷേധ പ്രകടനത്തിന് നേരിട്ട് അവിടെ എത്തിയത്. പക്ഷെ ഇതൊന്നും ഒരു മാനദണ്ഡമായി നമുക്ക് പറയാൻ പറ്റില്ല. കാര്യം ഇത് തെരഞ്ഞെടുപ്പിൽ, ഞാൻ നേരത്തെ ആവർത്തിച്ച് പറയാൻ ഒറ്റ കാര്യം മാത്രമേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ, യുവതലമുറ അസ്വസ്ഥരാണ്. അവരെങ്ങനെ പ്രതികരിക്കും, എന്തു ചെയ്യും എന്ന് നമുക്ക് മുൻകൂട്ടി പറയാൻ പറ്റില്ല. ഇതുവരെയുള്ള രാഷ്ട്രീയ നിഗമനങ്ങൾ ഒന്നും ഈ പ്രസ്ഥാനത്തിനോ മൂവ്മെന്റിനോ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. തിരഞ്ഞെടുപ്പ് വരും, തിരഞ്ഞെടുപ്പിൽ ഇവര് ചിലപ്പോൾ ഭരണ കക്ഷികൾക്കൊക്കെ എതിരായി അല്ലെങ്കിൽ നിലവിലുള്ള രാഷ്ട്രീയ പാർട്ടികൾക്കൊക്കെ എതിരായി വോട്ട് ചെയ്യും, തെരുവിലിറങ്ങും, പുതിയ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോ മുന്നണികളോ വരും. ഒരു കാര്യം മാത്രം വ്യക്തമാണ്, ഇനി വരുന്ന നാളുകൾ പ്രവചന അതീതമാണ്. ഇന്ത്യയിലെ യുവതലമുറയുടെ ഈ അസ്വാസ്ഥ്യത്തിന് പരിഹാരം കാണാൻ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഒന്നിച്ചുകൂടി ക്രിയാത്മകമായ നടപടികൾ എടുത്തില്ലെങ്കിൽ ഒരുപക്ഷെ സ്ഫോടനാത്മകമായ സ്ഥിതിയിലേക്ക് ഈ പ്രതിഷേധവും അസ്വാസ്ഥ്യങ്ങളും വളരുവാനുള്ള സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഇക്കാര്യം വളരെ ഗൗരവതരമായി രാഷ്ട്രം ചർച്ച ചെയ്യേണ്ടതാണ്. ഐസ എന്ന ഇടതുപക്ഷ വിദ്യാർത്ഥി പ്രസ്ഥാനം ഇതിനെ പിന്തുണയ്ക്കുന്നുണ്ട്. ജന്തർ മന്തറിൽ അവരുടെ പ്രതിനിധികളുണ്ട്, മുദ്രാവാക്യം വിളിക്കുന്നവരിൽ അവരാണ് കൂടുതലുള്ളത് എന്ന് തോന്നുന്നു. SFIയും ഈ പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഐസ ഇടതുപക്ഷ തീവ്രവാദ പ്രസ്ഥാനത്തിന്റെ യുവജന സംഘടന ആയതുകൊണ്ട് തീവ്രവാദ ബന്ധവും ദേശവിരുദ്ധ ബന്ധവും കമ്മ്യൂണിസ്റ്റ് ബന്ധവും ഒക്കെ ആരോപിച്ച് ഇതിനെ വേറൊരു രീതിയിൽ വ്യാഖ്യാനിക്കേണ്ട ആവശ്യമില്ല. യഥാർത്ഥ പ്രശ്നം ഞാൻ നേരത്തെ പറഞ്ഞ തൊഴിലില്ലായ്മയും അസ്വാസ്ഥ്യങ്ങളുമാണ്. അതിന് പരിഹാരം കാണാനാണ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ശ്രമിക്കേണ്ടത്. അസ്വസ്ഥമായ ഒരു യുവതലമുറ, ആ യുവതലമുറയെ ഒന്നിച്ചു ചേർക്കാൻ CJPക്ക് സാധിക്കുന്നുണ്ട് എന്നത് അവരുടെ ഏറ്റവും വലിയ നേട്ടമാണ്. അത്തരത്തിൽ അസ്വസ്ഥമായ ഒരു യുവതലമുറയ്ക്ക് ഇടയിൽ പെട്ടെന്ന് സ്വാധീനം ചെലുത്താൻ CJPക്ക് സാധിക്കുന്നത് ഇന്ത്യയിലെ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്ക് വലിയ തിരിച്ചടിയാകാനുള്ള ഒരു സാധ്യതയുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ വരും ദിവസങ്ങൾ പ്രദീപ് സാർ പറഞ്ഞതുപോലെ പ്രവചനാതീതമാണ്. ഏതു നിലയിൽ CJP അവരുടെ പ്രതിഷേധം കടുപ്പിക്കും, പ്രക്ഷോഭം കടുപ്പിക്കും, ഇതൊന്നും ആർക്കും പറയാൻ സാധിച്ചിട്ടില്ല. നിലവിൽ എന്താണ് തങ്ങളുടെ ലക്ഷ്യം, തങ്ങളുടെ ഉദ്ദേശം എന്ന് പോലും CJP വെളിപ്പെടുത്തിയിട്ടുമില്ല. എന്തായാലും അഭിജിത്ത് കൂടി ഇന്ത്യയിൽ എത്തിയതിനു ശേഷം CJP കൂടുതൽ ശക്തി പ്രാപിക്കുന്നു എന്ന് വേണം കരുതാൻ. വ്യക്തമാണ്. താങ്ക് യു പ്രദീപ് സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ
ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.